നമസ്കാരം. നമ്മൾ മനുഷ്യർ മഹാഭൂരിഭാഗം പേരും വല്ലാതെ ഓടുന്ന ഒരു കാലമാണിത്. ഓട്ടം ഒന്ന് നിലച്ചു പോയാൽ നമ്മുടെ തല ആരുടെയെങ്കിലും കാലിനടിയിലാകും എന്നതാണ് സ്ഥിതി. ഈ ഒരു ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളുമുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കാനായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടിയാണ് മൈൻഡ് ഇറ്റ്. മൈൻഡ് ഇറ്റ് എന്ന ഈ പരിപാടിയിൽ എന്നോടൊപ്പം ഒത്തുകൂടുന്നത് ബഹ്റിനിൽ കഴിഞ്ഞ 30 വർഷത്തിലധികം പ്രവാസിയായി തുടരുന്ന തിരുവല്ല സ്വദേശിയായ മിസ്റ്റർ ബിജു തോമസ് ആണ്. ബഹ്റിനിലെ പ്രശസ്തമായ സ്ഥാപനത്തിൽ 30 വർഷത്തോളം മാനേജീരിയൽ റോളുകളിൽ ശോഭിച്ച ബിജു തോമസ്, അദ്ദേഹം മികച്ച കൗൺസിലർ, അതുപോലെ തന്നെ ലൈഫ് സ്കിൽസ് കോച്ച്, മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് എന്നീ രീതികളിലൊക്കെ പ്രശസ്തനാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ മൈൻഡ് ഇറ്റ് എന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം പ്രദീപ്. നമ്മളങ്ങനെ ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. മൈൻഡ് ഇറ്റ് എന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്. പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓട്ടപ്പാച്ചിലാണ് ജീവിതം. അതിനിടയിൽ പല കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകുന്നു. സമയക്കുറവാണ് പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മളിന്നിവിടെ ഒത്തുകൂടുന്നത്. എല്ലാ ആഴ്ചകളിലും നമുക്ക് പ്രേക്ഷകരോട് പല കാര്യങ്ങളും പറയാനുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. എന്താണ് ആദ്യം പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള ഈ മൈൻഡ് ഇറ്റ് എന്നുള്ളൊരു തീം എടുത്തത് തന്നെ വളരെ അട്രാക്റ്റീവാണ്. ബിക്കോസ് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അതൊരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ ഈ പ്രോഗ്രാം എനിക്ക് തോന്നുന്നത് വളരെ റെലവൻ്റ് ആയിരിക്കും എന്നാണ്. ഞാൻ ഇത്തവണ ആദ്യത്തെ എപ്പിസോഡിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നൊരു വിഷയം, നമുക്കറിയാം ഇപ്പോൾ ഒരു അവധിക്കാലം അടുക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നാട്ടിലേക്ക് പോകുന്നൊരു കാലമാണ്. ഈ പറയുന്ന പോലെ കുട്ടികളൊക്കെ വലുതായി പറക്കാനുള്ള പ്രായമാകുമ്പോൾ പറന്നു പോകുന്നൊരു സമയം. ആ സമയത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത്. അത് പ്രത്യേകിച്ച് കരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഒരു കരിയർ കൗൺസിലർ കൂടിയാണ് താങ്കൾ. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കാൻ തോന്നുന്നു. എന്താണ് കരിയർ കൗൺസിലിംഗ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്ക് പറയാൻ സാധിക്കുക? അതെ, കരിയർ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു റൈറ്റ് കരിയർ സെലക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് ഇപ്പോൾ പറയുന്നത് 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് 10th സ്റ്റാൻഡേർഡ് ആകുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അവർക്കൊരു റൈറ്റ് പാത്ത്, ഒരു റൈറ്റ് കരിയർ ചോയ്സ് എന്നുള്ള ഒരു പാത വെട്ടി തുറക്കണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പെർട്ടിക്കുലർലി ഇൻ ഗൾഫിൽ, ബിക്കോസ് കുട്ടികൾ ഒരുപാട് കാര്യങ്ങളിൽ എക്സ്പോസ്ഡ് ആണ്, ഒരുപാട് കരിയർ ചോയ്സസിൽ എക്സ്പോസ്ഡ് ആണ്. ബട്ട് ദേ ആർ നോട്ട് വെരി ഷുവർ വിച്ച് ഈസ് ദ റൈറ്റ് ഡിറക്ഷൻ ഫോർ ദം. അപ്പോൾ അതിനെപ്പോഴും ഒരു കരിയർ കൗൺസിലറിൻ്റെ സഹായം തേടുന്നത് പലപ്പോഴും നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. 30 വർഷം മുമ്പ് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. ഇത് ആരോട് ചോദിക്കണം, എന്തായിരിക്കണം കരിയർ, അല്ലെ എങ്ങോട്ട് പോകണം എന്നൊന്നും യാതൊരു ചിന്തയും ഇല്ലാത്ത, അല്ലെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് എടുക്കുക എന്നായിരുന്നു നമ്മുടെയൊക്കെ ചിന്ത. അങ്ങനെയായിരുന്നു ബിജുവിൻ്റെയും ചിന്ത? അതെ, തീർച്ചയായിട്ടും. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ 10th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡ് ഒക്കെ ആകുമ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും. ഒന്ന്, നമ്മൾ പേരൻസിൻ്റെ അഡ്വൈസ് ശ്രദ്ധിക്കും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ പേരൻസ് പറയുന്ന രീതിയിൽ നമ്മൾ നീങ്ങും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആണ് നമുക്ക് പ്രചോദനം. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒരു പിന്നെ ഇൻഫ്ലുവൻസ് വളരെയേറെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഫ്രണ്ട്സ് പറയുന്ന പിന്നെ കരിയർ ചോയ്സ് ആയിരിക്കും നല്ലതെന്ന് വിചാരിച്ച് നമ്മൾ അവരുടെ പുറകിൽ പോകാനാണ് സാധ്യത. ഇങ്ങനെയായിരുന്നു പണ്ട് നടന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കരിയർ ഇനീഷ്യൽ സ്റ്റേജിൽ നോക്കിക്കഴിഞ്ഞാൽ, തുടക്കം എൻ്റെ പ്രീ ഡിഗ്രി, അന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി ആണല്ലോ. അതെ, പ്രീ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഏത് സ്ട്രീമിലേക്ക് ഡൈവേർട്ട് ചെയ്യണമെന്നുള്ള ഒരു ചിന്തയിൽ വന്നപ്പോൾ, പെർട്ടിക്കുലർലി അന്നൊക്കെ നമുക്ക് 2 ചോയ്സസ് ആണ് ജനറലി ഉള്ളത്. നമുക്ക് എഞ്ചിനീയറിംഗ് ഉണ്ടാവണം, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഐ വാസ് എബവ് ആവറേജ് സ്റ്റുഡൻറ്റ് ഫോർ ബോത്ത് മെഡിക്കൽ ആസ് വെൽ ആസ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ. അപ്പോൾ എല്ലാ സബ്ജക്ട്സിനും ഏകദേശം ഒരു ലെവൽ, ഒരു അബൌട്ട് ഡിസ്റ്റിങ്ഷൻ ടൈപ്പ് ഓഫ് മാർക്ക്, ആ കൈൻഡ് ഓഫ് മാർക്സ് ആയിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ഒരു ചോയ്സ് ഫൈനലി ഞാൻ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്തത്, പെർട്ടിക്കുലർലി എൻ്റെ ഫ്രണ്ട്സ് 3-4 വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് ഡൈവേർട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അവരുടെ പുറകെ പോകാനാണ് ഞാൻ ശ്രമിച്ചത്. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ എഞ്ചിനീയറിംഗ് പഠിച്ചു, എഞ്ചിനീയറിംഗ് ചെയ്തില്ല,
മീൻസ് ആ ജോലി ചെയ്തില്ല. പെർട്ടിക്കുലർലി എഞ്ചിനീയറിംഗിന്റെ കോഴ്സ് ഞാൻ എടുത്തെങ്കിലും ഞാനത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് ഒരിക്കലും ആ എഞ്ചിനീയറിംഗ് ഫീൽഡിനോട് ഇത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനുശേഷം പിന്നെ എഞ്ചിനീയറിംഗിന് ശേഷം പിന്നെ ഞാനൊരു മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ സെയിൽസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പിന്നെ ആദ്യത്തെ ഒരു 2 വർഷത്തിന് ശേഷം എൻ്റെ ഒരു കരിയർ ഷിഫ്റ്റ് ഉണ്ടായി. പിന്നെ എൻ്റെ എൻറ്റയർ ലൈഫ് ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇതുപോലെ ഒരു കരിയർ കൗൺസിലറൊക്കെ ഉണ്ടെങ്കിൽ ബിജു മറ്റൊരു ലെവലിലേക്ക് എത്തുമായിരുന്നു, ചിലപ്പോൾ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അന്ന് എൻ്റെ ഒരു റൈറ്റ് ചോയ്സ് നമുക്ക് കിട്ടിയില്ല. അത് വളരെ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ റൈറ്റ് പാത്ത് കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ കുറേ വർഷങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ എൻ്റെ ഇനിഷ്യലി ഒരു 5-6 വർഷം ആ രീതിയിൽ എനിക്ക് നഷ്ടപ്പെടുകയുണ്ടായി. അതിനുശേഷം എൻ്റെ പിന്നെ ഒരു റൈറ്റ് പാത്തിലേക്ക് വന്നതിന് ശേഷം പിന്നെ എനിക്ക് മുന്നോട്ട് ഓൾവേസ് ഗ്രോത്ത്. ഇപ്പോഴും ധാരാളം പേരൻസ് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന 2 പാത്തുകളിലേക്കാണ് കടക്കുന്നത്. കുട്ടികൾ 10th എത്തുമ്പോൾ തന്നെ മെഡിക്കൽ പോകണോ എഞ്ചിനീയറിംഗ് വേണോ, ഇതാണ് ഒരു മെയിൻ. മലയാളികളെ സംബന്ധിച്ചോളം ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഒരു കൺസേൺ. പക്ഷേ കുറേ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളും അല്ലെങ്കിൽ കരിയർ കൗൺസിലിങ്ങിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയി വരുന്നു. നാട്ടിൽ ഇതൊക്കെ സ്കൂളുകൾ തന്നെ പലപ്പോഴും ചെയ്യുന്ന കാണുന്നുണ്ട്. പക്ഷേ പ്രവാസ ലോകത്ത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. സ്കൂളുകൾ അങ്ങനെ മുൻകൈ എടുത്ത് ഇങ്ങനെയുള്ള സൈക്കോമെട്രിക് ടെസ്റ്റുകളോ കരിയർ കൗൺസിലിങ്ങോ നടത്തുന്നതായി കാണാറില്ല. വളരെ കുറച്ച് സ്കൂളുകൾ മാത്രമേ ഉള്ളൂ. ഇത്തരമൊരു സാഹചര്യത്തിൽ എന്താണ് പ്രവാസികളായ പേരൻസിന് ചെയ്യാൻ സാധിക്കുക? തീർച്ചയായിട്ടും നമ്മൾ പേരൻസിന് അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ ദേ വിൽ ഹാവ് ടു ഗൈഡ് ദ സ്റ്റുഡൻസ്, അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റുഡൻസ്, അവരുടെ എബിലിറ്റീസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള അസസ്മെൻറ്റ് ടൂൾസ് ഉണ്ട്. അപ്പോൾ പ്രദീപ് കുറച്ചു മുമ്പ് പറഞ്ഞ മാതിരി നമുക്ക് പലതരം ടെസ്റ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് വെരി കോസ്റ്റ്ലി ഓൾസോ. അപ്പോൾ അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ സൈക്കോമെട്രിക് ടെസ്റ്റ്. അപ്പോൾ സൈക്കോമെട്രിക് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ചോയ്സ് എന്താണെന്നും അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്നും അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ടെസ്റ്റുകൾ ഇപ്പോൾ വൈഡ്ലി അവൈലബിൾ ആണ്. അപ്പോൾ പേരൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡ് 10th സ്റ്റാൻഡേർഡ് ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ആദ്യത്തെ ഒരു ടെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും 5ാം ക്ലാസ്സൊക്കെ എത്തുമ്പോൾ തന്നെ കുട്ടിയുടെ ഹോബി കണ്ടിട്ടായിരിക്കും അച്ഛനമ്മമാർ ഇപ്പോൾ പറയുന്ന ഇവൻ ഇതിന് കൊള്ളാം അല്ലെങ്കിൽ അല്ലേ, അല്ലാതെ മറ്റൊരു കരിയർ ഈ കൺസെപ്റ്റ് വരുന്നില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എന്നാന്ന് വെച്ചാൽ വെദർ ഹോബി ക്യാൻ ബി കൺവേർട്ടഡ് ടു കരിയർ. അപ്പോൾ നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ 5th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡിലൊക്കെ കുട്ടികൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ വീട്ടിൽ വളരെ ആക്റ്റീവായിട്ട് ചിലപ്പോൾ ചിലർ കമ്പ്യൂട്ടേഴ്സിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടാവും. ഐ മീൻ ദേ മൈറ്റ് ബി യൂസിങ് ദ കമ്പ്യൂട്ടേഴ്സ് മോർ ഓഫൺ. അപ്പോൾ നമ്മുടെ പേരൻസ് വിചാരിക്കും ദേ മൈറ്റ് ബി ഗുഡ് അറ്റ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോട്ട് ഓഫ് ആപ്ലിക്കേഷൻസ്. ജനറലി കമ്പ്യൂട്ടേഴ്സിനകത്ത് മേ ബി ദേ വർ പ്ലേയിങ് ഗെയിംസ്, അല്ലെങ്കിൽ അവർ പിന്നെ വല്ല വേർഡ്, എക്സൽ, അല്ലെ ക്യാൻവ, അങ്ങനെയുള്ള എന്തെങ്കിലും ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അതൊരു കരിയർ ചോയ്സ് ആണോ എന്ന് അപ്പം തീരുമാനിക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊന്ന്. പിന്നെ രണ്ടാമത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ പല കാര്യങ്ങളും അവർക്ക് ഹോബീസായിട്ടാണ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഹോബീസൊക്കെ പ്യുവർലി ക്യൂരിയോസിറ്റി ബേസ്ഡ് ഹോബീസ് ആണ്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പിന്നെ ചിലർ വീട്ടിലിരിക്കുന്ന ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ്സ് ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുട്ടികൾക്ക് പൊതുവേ ഉള്ള ഒരു ശീലമാണ്. അപ്പോൾ പേരൻസ് വിചാരിക്കുക പ്രൈമർലി അവർ ദേ മൈറ്റ് ബി ഗുഡ് അറ്റ് എഞ്ചിനീയറിംഗ് കൈൻഡ് ഓഫ് ജോബ്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതൊക്കെ ഈ അഭിരുചികൾ മാറി മാറി വരും. അപ്പോൾ ഹോബീസ് ഒരിക്കലും അതൊരു കരിയർ ചോയ്സ് ആകാതിരിക്കാം. പക്ഷെ ഓഫ്കോഴ്സ് അത് നമ്മൾ അറ്റ് എ ലേറ്റർ സ്റ്റേജ് ഞാൻ ഈ പറഞ്ഞ മാതിരി അസസ്മെന്റ് ടൂൾസിലൂടെ കൂടി മാത്രമേ നമുക്കൊരു പ്രോപ്പർ തീരുമാനത്തിലെത്താൻ പറ്റും. ബാലൻസ് വേണമെന്നാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും. ഈ ഹോബി മാത്രം ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ സെല്ല് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ, ഇപ്പോൾ പാട്ട് പാടുന്ന ഒരാൾ, അയാൾക്ക് പാട്ട് എങ്ങനെ സെല്ല് ചെയ്ത് അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റുമെന്ന് അറിയില്ലെങ്കിൽ ഇറ്റ്സ് എ വേസ്റ്റ്. മാർക്കുകളൊക്കെ കരിയറിൽ ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ നിർണായകമാണ്. മാർക്കുകൾ ഒരു ആസ്പെക്ട് മാത്രമേ ആയിട്ടുള്ളൂ. മാർക്കുകൾ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ IQ മാർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റഡ് ടു IQ, ഇന്റലിജന്റ് ക്വോഷ്യന്റ്. പക്ഷെ അതിൽ കൂടുതൽ നമ്മളിപ്പോൾ EQനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എമോഷണൽ ക്വോഷ്യന്റ്. അപ്പോൾ മാർക്കുകൾ ഓഫ് കോഴ്സ് വേണം.
പക്ഷെ അതിനെക്കാട്ടിലും ഒരു കരിയർ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ EQ ലെവലായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. നമുക്കിപ്പോൾ എന്ത് കരിയർ വേണം എന്നൊരു കുട്ടി തീരുമാനിക്കുന്നത്, ഇപ്പോൾ 8th ആ ടെസ്റ്റ് നടത്തേണ്ടതെന്ന് പറഞ്ഞു. എന്ത് ടെസ്റ്റിലായിരിക്കും ആദ്യം ഒരു കുട്ടി ആരംഭിക്കേണ്ടത്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണോ, സൈക്കോമെട്രി ടെസ്റ്റാണോ, എന്താണ് അതിൻ്റെ ഒരു സോ ബേസിക്കലി നമ്മൾ ആദ്യമേ കൊടുക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് സൈക്കോമെട്രിക് ടെസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ മെന്റൽ എബിലിറ്റി അളക്കാനുള്ള ഒരു ടെസ്റ്റാണ്. മെന്റൽ എബിലിറ്റി, പിന്നെ അവരുടെ പേഴ്സണാലിറ്റി ട്രയറ്റ്സ്, അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറൽ സ്റ്റൈൽസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോ കരിയറിനും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം സൈക്കോമെട്രിക് ടെസ്റ്റിൽ നമ്മൾ അളക്കുന്ന ഈ ഒരു പാരാമീറ്റേഴ്സാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ ടെസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒരു ടെസ്റ്റ് ഉണ്ട്. ചില ടെസ്റ്റുകൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടും ചെയ്യാറുണ്ട്. പക്ഷെ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നമ്മൾ നോക്കുന്നത് വെർബൽ റീസണിങ്, അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി, പിന്നെ അതുപോലെ മെക്കാനിക്കൽ റീസണിങ്, ആബ്സ്ട്രാക്ട് തിങ്കിങ്, ഇതുമാതിരിയുള്ള പോയിന്റ്സ് ആണ് നമ്മൾ പാരാമീറ്റേഴ്സാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ രണ്ട് ടെസ്റ്റിൻ്റെയും റിസൾട്ട് വെച്ചിട്ട് വി വിൽ ഗെറ്റ് എ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കുക, വിച്ച് ഈസ് ലൈക്ക് കരിയർ കൗൺസിലിംഗ്. അപ്പോൾ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കൗൺസിലറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഈ ടെസ്റ്റ് റിസൾട്ട്സ് വെച്ചിട്ട്, ദീസ് റിസൾട്ട്സ് ആർ വെരി എലാബറേറ്റ് റിസൾട്ട്സ്. ഇറ്റ് വിൽ റൺ ഇൻ ടു 10 to 20 pages. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് ഒരു കൗൺസിലർ അവരുടെ അഡ്വൈസസ് കൊടുക്കുന്നത്. ഓഫ്കോഴ്സ് ഇത് കുട്ടികളെയും പേരൻസിനെയും കൂടെ ഇരുത്തിയിട്ടാണ് ഇതുമാതിരിയുള്ള കൗൺസിലിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ ബിജു ഒരു കരിയർ കൗൺസിലർ എന്ന രീതിയിൽ ചെയ്ത പല അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അതെ. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഓർക്കാം? അതായത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് പാരൻസ് ഓൾറെഡി ഒരു ഫിക്സ് ചെയ്തൊരു കരിയർ മാറുകയും ആ കുട്ടിയുടെ ഒരു താല്പര്യത്തിന് പോകുന്ന എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് പല അനുഭവങ്ങളുണ്ട് അങ്ങനെ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അടുത്തിടെയായിട്ടൊരു 12th സ്റ്റാൻഡേർഡ് കുട്ടി എൻ്റെ അടുത്ത് വരികയുണ്ടായി. ഓഫ്കോഴ്സ് പ്രദീപിന് അറിയായിരിക്കും, ഞാൻ യൂത്ത് എംപവർമെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ എംപവർമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഈ കുട്ടി പിന്നെ ഹി വാണ്ടഡ് ടു ഗോ ഫോർ മെഡിസിൻ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു പുള്ളിയുടെ ഒരു ലൈഫ് അംബീഷൻ എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ ഫീൽഡിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പക്ഷേ ഈ മെഡിക്കൽ ഫീൽഡിൽ പിന്നെ എൻ്റെ അടുത്ത് കുട്ടി വരുമ്പോൾ അവിടെ പേരൻസിന് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം. അഫോർഡബിലിറ്റി ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ അറിയാമല്ലോ, മെഡിക്കൽ ഫീൽഡിൽ പോകണമെങ്കിൽ എത്രമാത്രം എക്സ്പെൻസീവ് ആണെന്നുള്ളത് അറിയാം. അപ്പോൾ അവരുടെ പേരൻസിന് ഒരിക്കലും ഇത് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഈ മകൻ എപ്പോഴും മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കോൺട്രഡിക്ഷൻ എപ്പോഴും വീടുകളിൽ എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഈ കുട്ടിയുടെ മാർക്സ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ബയോളജിക്കൽ സബ്ജക്റ്റും സയൻസ് സബ്ജക്ട്സിനും ഇത് ആക്ച്വലി he had poor marks. So he was thinking medical field is suitable for him. അപ്പോൾ അങ്ങനെ വന്ന് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ we had this psychometric test. അപ്പോൾ സൈക്കോമെട്രിക് ടെസ്റ്റും അതുപോലെ ഡാറ്റ് ടെസ്റ്റും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് it was actually slightly shocking for everybody. അതായത് ഈ കുട്ടീൻ്റെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് ദാൻ മെഡിക്കൽ ഫീൽഡ്. അപ്പോൾ അതങ്ങനെ പുള്ളിയെ ഞാൻ ഡൈവേർട്ട് ചെയ്തിട്ട് ഐ വാസ് ഏബിൾ ടു കൺവിൻസ് ഹിം ആൻഡ് ഹിസ് പേരൻസ് that this field is the most suited for him. അപ്പോൾ ആ രീതിയിൽ പിന്നെ പുള്ളിക്ക് പിന്നെ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടി. based on the other subjects he was able to get into some good college. And വളരെ നല്ല രീതിയിൽ പഠിക്കുന്നു. So he is in touch with me. So he was he keeps thanking me, telling you saved my career. ഇതിപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഏകദേശം 2-3 ഇയേഴ്സിനുള്ളിൽ തന്നെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ജോലികളും ഇല്ലാതാവുമെന്നാണ് പറയുന്നത്. ഈ കരിയറുകൾ തന്നെ അല്ലാതെ മാറുന്നൊരു കാലഘട്ടം. അപ്പോൾ ഇങ്ങനെ മാറുന്ന സമയത്ത് ഇപ്പോൾ ഈവൻ പുതിയ കുറേ ജോലി സാധ്യതകൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പല ടൈറ്റിലുകൾ നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള ടൈറ്റിലുകൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ടൈറ്റിലുകളെ പറ്റി ഒന്ന് തീർച്ചയായിട്ടും. അപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഈ 2 അല്ലെങ്കിൽ 3 സ്ട്രീമ് പണ്ട് നമുക്ക് അറിയുള്ളൂ. നമുക്ക് we have the engineering field or the medical field, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ the commerce field started getting prominence. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കരിയർ ചോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് we have around 5,000 different career choices. It's like huge.
ഇപ്പം പണ്ടത്തെ അവസ്ഥയൊന്നുമല്ല. പെർട്ടിക്കുലർലി ഇപ്പം നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നമ്മൾ ഏതൊരു സെക്ടർ എടുത്താലും അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അതിനകത്തുണ്ട്. എവറി സെക്ടർ ഈസ് ട്രൈങ് ടു ഇംപ്ലിമെൻറ്റ് or trying to upgrade their systems using AI. അപ്പോൾ പ്രദീപ് ഇപ്പം കേട്ടിട്ടുണ്ടാവും നമ്മുടെ ചാറ്റ് ബോട്ട്സിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് ChatGPT ആയിരുന്നു നമുക്ക് അറിയുന്ന ഒരു ചാറ്റ് ബോട്ട്. ഇപ്പോൾ എത്ര ചാറ്റ് ബോട്ട് ഉണ്ട് പോപ്പുലർ ആയിട്ട്? കറക്റ്റ്. ഇപ്പോൾ നമുക്ക് ഡീപ് സീക്ക് ചൈനീസ് ചാറ്റ് ബോട്ട്, ഗ്രോക്ക് വന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ജെമിനിഐ ഉണ്ട്, പിന്നെ മറ്റു പലതും ഉണ്ട്. സോ ഇതെല്ലാം പോപ്പുലർ ആയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ചാറ്റ് ബോട്ട് തന്നെ നമുക്കിപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള ഒരു 5 or 6 എണ്ണം ഇപ്പം തന്നെ നിലവിലുണ്ട്. ആൻഡ് ദർ ആർ ഹൺഡ്രഡ്സ് ഓഫ് ചാറ്റ് ബോട്ട്സ് അണ്ടർ ഡെവലപ്മെന്റ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഫീൽഡ് ഈസ് ഗെറ്റിംഗ് വെരി പോപ്പുലർ. അതിനകത്ത് ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. അപ്പം കുട്ടികൾ പിന്നെ അതിന് വേണ്ട വേറൊരു സ്കിൽ സെറ്റാണ്. അപ്പോൾ അതാണ് ഒരു ഗ്രോയിങ് ഫീൽഡ് എന്ന് പറയുന്നത്. അതേപോലെ സൈബർ സെക്യൂരിറ്റി ഇപ്പം പണ്ടത്തെ നമ്മുടെ അവസ്ഥയല്ല. പണ്ട് നമ്മളിപ്പോൾ ഒരു ഓഫീസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ, നമുക്ക് ഒരു ഓഫീസിലെ സിസ്റ്റംസ് എല്ലാം കൂടെ നമ്മുടെ ഓൺ പ്രം നമ്മുടെ ഓഫീസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സെർവറും സ്റ്റോറേജും വുഡ് ബി ഡേറ്റാ സെന്റർ റൂംസ്. അപ്പോൾ അതിനകത്ത് വലിയ റാക്സ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ യു വോണ്ട് സീ എനി ഓഫ് ദോസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പ്രൈമർലി ഈ ടെക്നോളജി മൊത്തം ഇപ്പം ക്ലൗഡ് എനേബിൾഡ് ആയി. ഇത് ടെക്നോളജി ഹസ് മൂവ് ടു ക്ലൗഡ്. അപ്പോൾ നമ്മൾ ഈ ക്ലൗഡ് ടെക്നോളജിയിലേക്ക് പോകുമ്പോൾ നമുക്ക് സൈബർ സെക്യൂരിറ്റി ബിക്കംസ് ആൻ വെരി ബിഗ് ഇഷ്യൂ. അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എവറി ഓഫീസസ് ആർ കണക്റ്റഡ് ടു ദ ക്ലൗഡ്. അപ്പോൾ ആൻഡ് ത്രൂ ദർ ഇസ് എ ലോട്ട് ഓഫ് ത്രെറ്റ്സ്, സൈബർ ത്രെറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി ജോബ്സ് ഇസ് ഇൻ ഹൈ ഡിമാൻഡ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഏരിയ. ദർ ഇസ് എ ലോട്ട് ഓഫ് ന്യൂ കരിയർ ചോയ്സസ്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ് പുതിയ കരിയർ ചോയ്സസ്. ജെൻ സി അല്ലെങ്കിൽ ജെൻ ആൽഫ എന്ന് പറയുന്ന ഒരു പുതിയ കുട്ടികൾ, അവരെ മനസ്സിലാക്കാൻ പോലും പാരൻസിന് പറ്റുന്നില്ല. കാരണം അവരുടെ ലാംഗ്വേജ് വേറെ, അവരുടെ തിങ്കിങ് പാറ്റേൺ വേറെയാണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിനെ നമുക്ക് കരിയർ കൗൺസിലിങ്ങിലൂടെ എങ്ങനെ അത് പ്രതിരോധിക്കാൻ പറ്റും, അല്ലെങ്കിൽ പാരൻസിനെ എങ്ങനെ സ്വന്തമായി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും? അത് നിങ്ങൾ വല്ല വഴിയുണ്ടോ? ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ പ്രദീപ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറാണ്. സോ ആസ് പേരൻസ്, എനിക്ക് 2 കുട്ടികളാണ്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ അറിവിനെ നമ്മൾ ശരിക്കും മാനിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഒരു 5th standard 6th standard പഠിക്കുന്ന റീച്ച് ചെയ്ത ഒരു കുട്ടി തന്നെ they might be more knowledgeable than us. So we as parents we have to accept the fact that our children are much more knowledgeable than us. അപ്പോൾ അവിടെയാണ് ആദ്യത്തെ ഒരു കോൺട്രവേഴ്സി വരുന്നത്. അതെ. അപ്പോൾ പേരൻസ് ഹാസ് ടു ബി ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. അതുപോലെ തന്നെ അവർക്ക് അറിയുന്ന മേഖലകൾ വി ഹാവ് നോ ഐഡിയ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ കരിയർ ചോയ്സിന് പറഞ്ഞു, ഗെയിമിങ് ഒരു കരിയർ ചോയ്സ് ആയിട്ട് ഇപ്പോൾ വളരെ പോപ്പുലർ ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഗെയിമിങ്ങിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുവെങ്കിലും ഓഫ് കോഴ്സ് അത് യു വിൽ ഹാവ് ടു, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് ടൈം ഹി സ്പെൻഡ്സ് ഓൺ ദ സ്ക്രീൻ. അപ്പോൾ അത് നമ്മൾ മോണിറ്റർ ചെയ്യാം. പക്ഷേ some of those boys, some of those girls want to go into the gaming arena. അപ്പോൾ ഗെയിമിങ് തന്നെ ഒരു വലിയ ബിസിനസ്സും ഒരു വലിയ കരിയർ ചോയ്സുമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ ചൈൽഡ്. അപ്പോൾ ഈ ആൻഡ് recognize that he knows much more, he is more exposed to the world than parents. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുക എന്നുള്ളതാണ് അതിനകത്തെ ആദ്യത്തെ ചോയ്സ്. ബിക്കോസ് ആസ് യു സെഡ്, ലൈക്ക് ഇപ്പോഴത്തെ കുട്ടികൾ ജെൻസി, അവരുടെ തിങ്കിങ് പ്രോസസ് ഡിഫറെൻ്റ് ആണ്. അവരുടെ കരിയർ ചോയ്സും അവരുടെ വേ ഓഫ് വർക്കിംഗ് ഓൾസോ ഇസ് ഡിഫറെൻറ്റ്. ദേ ഡോണ്ട് വാണ്ട് ടു ബി ടൈഡ് അപ്പ് ഇൻ ദി ഓഫീസ് 24/7. നമ്മൾ 9 to 5 ജോബ്സിൽ നമ്മൾ ഓഫീസിൽ പോവുക, അവിടെ ഇരിക്കുക, വർക്ക് ചെയ്യുക. ഈ ഒരു വേ ഓഫ് എന്താ പറയുക, ഈ ജോലിയുടെ സ്റ്റൈൽ ഈസ് ഗെറ്റിംഗ് ചേഞ്ച്. അവർ കൂടുതലും ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അവർക്ക് അങ്ങനെ ഒരു ഒന്നിനോടും കെട്ടുപാടുകളൊന്നും ഇല്ലാത്തൊരു ഒരു പുതിയ ജനറേഷൻ. തീർച്ചയായിട്ടും അതാണല്ലോ ഒരു വ്യത്യസ്തത. തീർച്ചയായിട്ടും എന്തായാലും അത്തരം ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ വ്യത്യസ്തരമായ കരിയർ ചോയ്സുകളുണ്ട് ഈ ലോകത്ത് നിന്ന് മനസ്സിലാക്കാനാണ് ഞങ്ങളിന്ന് ശ്രമിച്ചത്. എന്തായാലും ഇത്തരത്തിലുള്ള ശ്രദ്ധിക്കേണ്ട, നമ്മൾ മറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റി ഓർമ്മിപ്പിക്കാനാണ് മൈൻഡ് ഇറ്റ് എന്ന പരിപാടി ഉദ്ദേശിക്കുന്നത്, അല്ലേ ബിജു? തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയും മറ്റൊരു സബ്ജക്റ്റുമായി നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.